ഹലോ എവ്രി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോയിൽ നിന്നും നമ്മൾ കപ്പാസിറ്ററിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടായിരുന്നു മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റി മനസ്സിലാക്കി, ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റി മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പവർ സപ്ലൈ ഫിൽറ്ററിംഗ് കപ്പാസിറ്ററുകളെ പറ്റിയിട്ടാണ്. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പവർ സപ്ലൈ ഫിൽറ്ററിംഗ് കപ്പാസിറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഹൈ വാല്യൂ കപ്പാസിറ്ററുകളായിരിക്കും. അപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി കറണ്ടിനെ ഡി സി ആക്കുന്ന ഒരു സർക്യൂട്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയറിനാണ് എഫിഷ്യൻസി. ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും നമുക്ക് ഹയർ എഫിഷ്യൻസി ഔട്ട്പുട്ട് ആയിരിക്കും നൽകുക. റെക്ടിഫയർ എന്നുള്ളത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഫിൽറ്റർ കപ്പാസിറ്റർ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വാഭാവികമായിട്ടും റെക്ടിഫയർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കപ്പാസിറ്റർ ആണ് ഫിൽറ്റർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കാരണം ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഈ കാണുന്ന പോലെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി ആയിരിക്കും പ്രസന്റ് ആയിരിക്കുക. ആ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സിയെ കുറച്ച് സ്മൂത്ത് ആയിട്ട് ഡി സി വോൾട്ടേജിന്, അതായത് നമ്മളുടെ ബാറ്ററി വോൾട്ടേജിന് സമാനമായിട്ടുള്ള ഒരു വോൾട്ടേജ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിൽറ്റർ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി ഈ കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ വരികയും കപ്പാസിറ്റർ ചാർജ് ആവുകയും ആ ചാർജ് പിന്നീട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്കിതൊരു അനിമേഷനിലൂടെ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ അനിമേഷൻസിന്റെ ആ ഒരു വിൻഡോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എ സി സോഴ്സ് ഉണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 40 ഹെർട്സ് ആണ്. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. 5 വോൾട്ട് 40 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു എ സി സോഴ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ എ സി സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദിശ മാറുന്ന വൈദ്യുതിയാണ്. കാരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടുന്ന് റൈറ്റിലേക്ക് ഒഴുകുന്നു, അത് തിരിച്ചൊഴുകുന്നു. അതിനനുസരിച്ചിട്ടാണ് ഈ പൊട്ടൻഷ്യലിന്റെ ഇതും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷം, കാരണം ഇത് റെക്ടിഫൈ ചെയ്യുകയാണ്, റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കുകയാണ്. ഈ ഡി സി ആക്കിയതിന് ശേഷം നിങ്ങൾ കാണുന്ന വോൾട്ടേജിന്റെ വേരിയേഷൻസ് ആണിത്. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, പക്ഷെ ഇങ്ങനെ റോഡിലെ ഹമ്പ് പോലെ ഇങ്ങനെ ചാടി 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 നിൽക്കുകയാണ്. അപ്പം ഈ സൈഡ് ഇൻപുട്ട് എ സി ആണ്, ഔട്ട്പുട്ട് ഡി സി ആണ്. പക്ഷെ ഈ ഡി സി എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡി സി ആണ്. ഈ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഡി സി നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്യൂട്ടിന്റെ ഫങ്ഷൻസിനെയൊക്കെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഏകദേശം ഒരു കപ്പാസിറ്റർ, അതായത് ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഏകദേശം ബാറ്ററി വോൾട്ടേജിന് സമാനമായിട്ടുള്ള ഒരു പ്യുവർ ഡി സിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡി സി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈ കപ്പാസിറ്റർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ചാർജായി ഡിസ്ചാർജ് ആയി. കപ്പാസിറ്റർ ചാർജും ഡിസ്ചാർജും ആകുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ആ ഒരു റിപ്പിള് മാറി ചാടി 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 ആ ഒരു ഹമ്പ് പോലെ വന്നിരുന്നത് ഏറെക്കുറെ ഒരു ഡി സിക്ക് സമാനമായിട്ടുള്ള ഒരു വോൾട്ടേജിലേക്ക് മാറി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇതിനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ കപ്പാസിറ്ററിന്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അതായത് ഇതിപ്പോ 102 മൈക്രോ ഫാരഡ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് പോലെ ഒരു 500 മൈക്രോ ഫാരഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, അത് വീണ്ടും കുറച്ചുകൂടി സ്മൂത്ത് ആയി. ഫിൽറ്റർ കപ്പാസിറ്ററിന്റെ വാല്യൂ കൂടുമ്പോൾ ഫിൽറ്ററിങ് കൂടുതൽ വൃത്തിയായിട്ട് നടക്കുകയും നല്ലൊരു ഡി സി പോലത്തെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് കപ്പാസിറ്ററിന്റെ മറ്റൊരു പ്രയോജനം.
ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, പവർ സപ്ലൈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് സാധാരണയായി ഈ പവർ സപ്ലൈ ഫിൽറ്ററിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പല സർക്യൂട്ടുകളിലും ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷം കണ്ടിട്ടുണ്ടാകും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ. അപ്പം ഇതാണ് കപ്പാസിറ്ററിന്റെ മറ്റൊരു ആപ്ലിക്കേഷന്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത്, ഇത് നമ്മൾ ഇവിടെ കപ്പാസിറ്റൻസ് കൂട്ടിയപ്പോഴത്തേക്കുമാണ് ഇവിടെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വന്നത്. ചില സമയത്ത് നമുക്ക് കൂടുതൽ കപ്പാസിറ്റൻസ് ഉള്ള അതായത് ഇപ്പൊ ഇവിടെ 500 മൈക്രോ ഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഒറ്റ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതിന് പകരം അതായത് 250ന്റെ 2 കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഇതുപോലെ 250ന്റെ 2 കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നത്. 2 or 3 ഉപയോഗിക്കാം, ഒന്നിലധികം ഉപയോഗിക്കാം അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. ഇവിടെ ഇപ്പൊ നമുക്കൊരു 1000 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്മൂത്തിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാക്സിമം 1000 മൈക്രോ ഫാരഡിന്റെ ഒരു ഒറ്റ കപ്പാസിറ്റർ ഉപയോഗിക്കാതിരിക്കുക. 2 500 മൈക്രോ ഫാരഡിന്റെയോ അല്ലെങ്കിൽ 2 470 മൈക്രോ ഫാരഡ്, അതിനുശേഷം ഒരു കപ്പാസിറ്റർ കൂടി നിങ്ങൾക്ക് പാരലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഈക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറയുകയും നല്ല ഒരു ഔട്ട്പുട്ട് ഇതിനകത്ത് നൽകുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.